ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴവും തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് എന്ത് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ കറുത്ത് പഴുത്തിരിക്കുന്ന നേന്ത്രപ്പഴമൊക്കെ കളയാതെ നമുക്ക് ഇതേപോലെ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് ശർക്കര, പൊടിച്ച ശർക്കരയാണ് കേട്ടോ, അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഫ്രഷായിട്ട് ചെരുക്കി എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പഴത്തിൻ്റെ നനവും അതുപോലെ തന്നെ തേങ്ങയുടെ ശർക്കരയുടെ ഒക്കെ നനവ് കൊണ്ട് ഇത് ഇതേപോലെ അരിഞ്ഞ് കിട്ടിക്കോളും. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഉണ്ട ശർക്കര ആണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ഒരു അരക്കപ്പിൻ്റെ അളവിലെടുത്താൽ മതി. പിന്നെ മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാനൊന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ആ ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം കറുത്ത എള്ള് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഒരു 3 ടീസ്പൂൺ വെളുത്ത എള്ളാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചൊഴിക്കുന്നുണ്ട്. 250 ml കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പം മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ആ ഒരു പഴത്തിൻ്റെയൊക്കെ മിക്സ് ഇതിലേക്ക് ചുറ്റിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്ത് നോക്കിയതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എനിക്ക് ഇതിന് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം തന്നെ ആവശ്യമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെടുക്കുന്ന ഗോതമ്പ് പൊടി വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളത്തിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അത് നമ്മൾ നോക്കിയതിന് ശേഷം അതിൻ്റെ കൺസിസ്റ്റൻസി അവസാനം കാണിച്ചു തരാം. ആ രീതിയിലൊന്ന് കലക്കിയെടുത്താൽ മതിയാകും. ഒരു ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഇപ്പം ഞാൻ ആ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം. ഇപ്പം നമുക്ക് 1 കപ്പ് വെള്ളം ആവശ്യമായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ രീതിയിൽ കലക്കിയെടുത്താൽ മതി. സാധാരണ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ലൂസ് ഉണ്ടാവും. ആ ഒരു രീതിയിൽ ലൂസ് വേണ്ട. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ലൂസ് ഉണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒന്ന് തരിതരിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് റവ ചേർക്കാം. ഞാൻ വെറും ഗോതമ്പ് പൊടിയിൽ മാത്രമാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് അരിപ്പൊടിയോ റവയോ ഒക്കെ ചേർക്കണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി മറിച്ചൊക്കെ ചേർക്കാവുന്നതാണ്. കുറച്ച് ക്രിസ്പി വേണമെങ്കിൽ എന്താ പറയുക, റവ വേണമെങ്കിലും ചേർക്കാം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഗോതമ്പ് പൊടിയിൽ മാത്രവും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതേപോലെ ഉണ്ണിയപ്പ ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറച്ച് വീതം ആ കുഴിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ഓയിലിൻ്റെ ആവശ്യമേ വരുള്ളൂ. അങ്ങനെയും നമുക്ക് റെഡിയാക്കി എടുക്കാം. അതാ ഒരു ഭാഗം ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എൻ്റെ ഈ ചട്ടി ഒരുപാട് പഴകിയ ചട്ടിയാണ്. അപ്പോൾ ഇതിലേക്ക് അധികം നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ അങ്ങോട്ട് മറിഞ്ഞു വരും. ഇതിപ്പോൾ ഞാൻ എന്തായാലും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കണ്ടില്ലേ, ഒരെണ്ണം അവിടെ കിടന്ന് അങ്ങനെ തിരിയണത്. അങ്ങനെ കണ്ടിരിക്കാനും നല്ല രസമാണ് കേട്ടോ.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ, ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാതും ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ തേങ്ങയും ശർക്കരയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു അടിപൊളി സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റാണ് ഉള്ളത്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.